ശ്രീ വസന്ത, ഇവിടെ നോക്കൂ, സുരേഷ് കുമാർ പറഞ്ഞുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ മീനല്ല. യൂത്ത് കോൺഗ്രസ് പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ്. പാലക്കാട് MLA ആയിരുന്ന ആളാണ്. വലിയ ബന്ധങ്ങളുള്ളായിരുന്ന ആളാണ്. വലിയ ബന്ധങ്ങളിൽ വലിയ ശക്തികൾ ഒളിപ്പിക്കാൻ തീരുമാനിച്ചാൽ കേരള പോലീസ് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ ക്ഷേത്രങ്ങൾ ഒളിപ്പിക്കാനുള്ള ഒളിച്ചുകളിയാണ് എന്നാരോപിക്കുന്നത് ശരിയാണോ വസന്ത്? അല്ല ഹാഷ്മി, എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് സന്തോഷമുള്ള പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട്. സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ അടക്കം ചാനലുകളിലും മറ്റു ചാനലുകളിലും ഈ ആമ തോടിൻ്റെ ഉള്ളിലേക്ക് തല വലിക്കുന്നത് പോലെ തലവലിച്ച CPM പ്രതിനിധികൾ ഇന്ന് ആ ആമത്തോടിന് വെളിയിലേക്ക് തലയിട്ടല്ലോ. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ആമത്തോടിന് വെളിയിലേക്ക് തലയിട്ട് CPM പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാൻ തീരുമാനിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ അടക്കം ഞാൻ ഈ ചർച്ചയിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം കടന്നു തൂങ്ങി. ഏത് തൂണിൻ്റെയും തുരുമ്പിൻ്റെയും പിന്തുണ ആർക്കില്ല? രാഹുൽ മാങ്കൂട്ടത്തിന്, കോൺഗ്രസിൻ്റെ ഇല്ല. ഹാഷ്മി നോക്കൂ, ഈ വിഷയത്തിൽ 10ാം ദിനവും അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കേരള പൊതുമനസാക്ഷി മനസ്സിലാക്കുന്നത് തൂണിൻ്റെയും തുരുമ്പിൻ്റെയും പിന്തുണ കോൺഗ്രസ് രാഹുലിന് കൊടുക്കുന്നില്ല എന്നതുപോലെ തന്നെ ചുക്കിൻ്റെയോ ചുണ്ണാമ്പിൻ്റെയോ ഗുണം ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടോ അതിൻ്റെ മന്ത്രിയെ കൊണ്ടോ ഇല്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് ഉദിച്ചു വന്നതാണോ? ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു, ഇത് പരാതിക്കാരി വന്ന സമയത്ത് തൊട്ട് പരാതിക്കാരിയുടെ പരാതിയുടെ കണ്ടന്റ് ബ്രീഫ് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് 3 മാസം മുമ്പ് തന്നെ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് അതിൻ്റെ ഇന്റലിജൻസ് വളരെ കൃത്യമായി വീക്ഷിക്കുകയാണ് എന്നാണ് CPM നേതൃത്വം പറഞ്ഞിരുന്നത്. എന്നിട്ട് പോലും ആ വളരെ കേരളത്തിന് പോപ്പുലറൈസ്ഡ് ആയ, കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മുഖപരിചിതമുള്ളൊരു നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എന്താ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത്? മുൻകൂർ ജാമ്യത്തിൽ നമ്മൾ ചെറിയൊരു കാലതാമസമൊക്കെ വെക്കാറുണ്ട്, കോടതി പരിഗണിക്കട്ടെ എന്നതുവരെ നമ്മൾ കാത്തു നിൽക്കുമെന്നാണ്. പക്ഷെ അതാണോ ചരിത്രം? അല്ല. കോടതി വളപ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ടുപുറകിൽ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത ചരിത്രങ്ങൾ ഇവിടെ ഇല്ലേ? PDPP അടക്കമുള്ള കേസുകളിൽ പ്രതിയേർക്കപ്പെട്ട എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസിനെ കോടതി വളപ്പിൽ വെച്ച് പോലീസ് കൈകാര്യം ചെയ്യാൻ നോക്കിയത് നമ്മൾ കണ്ടതല്ലേ? അതെന്താ കോടതി പരിഗണിക്കട്ടെ എന്ന് വെച്ച് കാത്തു നിന്നോ? ഇല്ലല്ലോ. PDPP പോലെ ഞങ്ങളടക്കം പങ്കെടുക്കുന്ന പൊതുസമരങ്ങളിൽ പങ്കെടുക്കുന്നവരെ പോലും കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് വളഞ്ഞിട്ട് ആക്രമിച്ച് അറസ്റ്റ് ചെയ്യാൻ ജിജ്ഞാസ കാണിക്കുന്ന താല്പര്യപ്പെടുന്ന പോലീസ് എന്തിനാണ് കാത്തിരിക്കുന്നത്? അതോ ഇനി ഇലക്ഷന്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്തൊരു നാടകം നടത്തി ഈ പറയുന്ന ഇലക്ഷൻ അജണ്ടകളെ മുഴുവൻ, പ്രൊപ്പഗണ്ടകളെ മുഴുവൻ അവിടേക്ക് കൊണ്ടുപോകാനുള്ള CPM-ന്റെ നിർദ്ദേശം, CPM-ന്റെ പൊളിറ്റിക്കൽ അജണ്ട അത് നടപ്പിലാക്കുകയാണ് പോലീസ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.